ഹലോ ഗൈസ്, ഞാനിപ്പോ എപ്പോഴോ സൂപ്പർ പാർക്ക് യുണൈറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് മാളിൽ വരുവാണെന്നുണ്ടല്ലോ, ഈ ഒരു തിരക്ക് പിടിച്ച ആ ഒരു ഷോപ്പിംഗ് മാളിലാണ്, അവിടെയാണ് സൂപ്പർ പാർക്ക് സിംഗപ്പൂർ. ഇതെനിക്ക് SPRPRK എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഇത് കാണുന്ന മൊത്തം അവരുടെ സംഭവങ്ങളാണ്. എൻ്റെ പൊന്നെ, ഇവിടെ ഇതിപ്പോൾ ഭയങ്കര തിരക്കുകളാണല്ലോ. അയ്യോ, നമുക്ക് നോക്കാം. ഇത്രയും വലിയ ക്യൂ നിൽക്കണോ? പക്ഷെ എൻ്റെ പൊന്നെ, നമ്മളിപ്പോൾ ഇവിടെ സൂപ്പർ പാർക്ക് യുണൈറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും തിരക്കാണ്. എൻ്റെ പൊന്നെ, ഇതെങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറി പോകുന്നത്? അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജസ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ആക്ടിവിറ്റീസൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, പിന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ. ഈ ഒരു സോക്സ് വേണം നമ്മൾ ഇടാൻ. ഇത് കമ്പൾസറിയാണ്, അല്ലെങ്കിൽ അവരത് അനുവദിക്കത്തില്ല. ഈ ഒരു സോക്സിന് ആക്ച്വലി $3.50 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഴയ വല്ല സോക്സ് ഉണ്ടെങ്കിൽ, ഈ ഗ്രിപ്പായിട്ടുള്ള സോക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ $2 നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അവർ നമുക്ക് ഇങ്ങനെ ഒരു ടാഗ് നമുക്ക് കൈ കിട്ടി തരും കേട്ടോ. സൂപ്പർ പാർക്ക് സിംഗപ്പൂർ. യെസ്, യു ഓൾസോ ഗോട്ട് ഇറ്റ് റൈറ്റ്? യെസ്. ഓക്കെ, നമുക്കിനി ആക്ച്വലി കയറാൻ പറ്റുന്നത് 5 മണിക്കാണ്. അതായത് 5 to 7 ആണ് ഇവിടെ അടുത്ത സ്ലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ പോകും കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഷൂസും സാരികളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഷെൽഫ് പോലെ ഉണ്ട്. നമ്മുടെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അഡൽസിന് വരുന്ന സോക്സ്. ഇതുണ്ട്, ഈ ഒരു സൂപ്പർ പാർക്കിൻ്റെ അഡൽസിൻ്റെ സോക്സ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അൺപാക്ക് ചെയ്ത് നമുക്കിത് ഇത് കിഡ്സിന് വേറെ സൈസും അഡൽസിന് വേറെ സൈസുമാണ് വരുന്നത്. എടുത്തോ. ഇതിൻ്റെ താഴെ ആക്ച്വലി ഗ്രിപ്പാണ് കേട്ടോ. ഇത് മസ്റ്റാണ്. ഇത് ഇല്ലാതെ അവർ ഇതിനകത്തോട്ട് കയറ്റത്തുമില്ല. ഇതിന് $3.50 ആണ് വരുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഈ സൂപ്പർ പാർക്കിൽ നമ്മൾ ബർത്ത്ഡേ ഒക്കെ എല്ലാവരും ഓർഗനൈസ് ചെയ്തുണ്ടോ. ഹാപ്പി 8th ബർത്ത്ഡേ എഡ്രീൻ. ഇതുണ്ട്, ഇങ്ങനെ ഒരു ഹോള് പോലെ കാണും. എന്നിട്ട് കുറേ ചെയറും എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറേ ചെറിയ ചെറിയ ഹോൾസ് ഇവിടെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതെല്ലാം ബർത്ത്ഡേ പാർട്ടിയാണ്. ഇവിടെ ഓരോ തരത്തിലുള്ള പാർട്ടീസാണ്. ബർത്ത്ഡേ ആവണമെന്നില്ല, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഇവിടെ നടക്കും. മെയിൻലി കിഡ്സിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഓരോരോ റൂംസാണ് ഇങ്ങനെ വരുന്നത്. കിഡ്സിൻ്റെ സോക്സ് ഇങ്ങനെ, അഡൽസിൻ്റെ സോക്സ് ഇങ്ങനെ. ആഹാ, ഇത് നല്ല ഗ്രിപ്പാണല്ലേ ഇത്, അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ, ഈ ഒരു QR കോഡ് ഉണ്ട്. ഇതങ്ങ് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യാവേ. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ കയറി പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കിഡ്സ് എല്ലാം അവർ റെഡിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ അവർ നേരെ അങ്ങോട്ട് കയറി പോവാണ്. ഇതുണ്ടോ, ഇതുപോലത്തെ ഇഷ്ടംപോലെ റൈഡ്സുകളൊക്കെയാണുള്ളത്. അതായത് ഇത് എല്ലാവർക്കും കളിക്കാം. ഇത് അഡൽസിനും കളിക്കാം, കിഡ്സിനും കളിക്കാം. അതായത് എബവ് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് ആക്ച്വലി 2 ലെവലിലാണ് ഈ ഒരു പാർക്ക് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഷോപ്പിംഗ് മാളിലാണെന്ന് ഓർത്തോണം കേട്ടോ. ഇത് ഭയങ്കര വലുതാണ് ഇത് സംഭവം. അപ്പോൾ നമുക്കിങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്കിത് കിഡ്സും അഡൽസും എല്ലാവരുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാം. ഇതുണ്ട്, ഇതിപ്പോൾ ഇത് ഒരു ലെവല്. നമ്മളിപ്പം അതിൻ്റെ 2ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ചെല്ലുവാണെങ്കിൽ ഇത് വേറൊരു കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ ഗൈസ്, കം. നമ്മൾ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പം അടുത്ത റൈഡിലോട്ട് നമ്മൾ പോവാണ് ഗൈസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൂപ്പർ ബോൾ. ആഹാ, കൊള്ളാലോ. ഇതുണ്ട്, ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ ചുമ്മാ നമുക്ക് കയറി ഇറങ്ങാം. ഇതുണ്ട്, അവിടെ ഒരു പ്രസ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ നേരെ ഈ ഒരു ബോർഡിലോട്ട് നമ്മൾ എറിയുമ്പോൾ നമുക്ക് അവിടെ പോയിന്റ് കിട്ടും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു സംഭവത്തിൽ കൂടെ നമ്മൾ താഴോട്ട് പോവാണ്. അത് അവിടെ നോർമൽ സ്റ്റെപ്പില്ലേ, അതിലൂടെ പോകത്തില്ലേ?
എന്നാലും വേണ്ട, നമുക്ക് ഈ ഒരു സംഭവത്തോടെ പോയാം. ഇതിങ്ങനെ എങ്ങനെ പോകുന്നത്? ഇങ്ങനെ പോകാൻ പറ്റുമോ? ഓ പോന്നേ, നമുക്ക് പോന്നേ, വി ക്യാൻ. ആണ്ടേ നമ്മളിത് ഇറങ്ങാൻ നിന്നപ്പോൾ ഇതേ വേറെ ഒന്മാര് വന്നിട്ട് ക്യൂ ഒക്കെ പാലിക്കാതെ പോന്നു. നടക്കിയല്ലേ? ഹലോ, യു ഗോയിങ് ഡൗൺ? മീ ടു, ഐ എം ഓൾസോ കമ്മിങ്, വെയിറ്റ്. അത് നമുക്ക് പറ്റിയല്ല, അത് ഇച്ചിരി പാടാണ്. അത് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി. അമ്മര് നമ്മളെ കടത്തി വിടുന്നില്ല, അമ്മര് നമ്മളെ ഇടിച്ച് തെറിപ്പിച്ച് പോവുക. പിന്നെ അമ്മർക്ക് അവസരം കൊടുക്കട്ടെ, പിള്ളേർ കയറി വരട്ടെ. ഇപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ താഴോട്ട് വരുവാണ് കേട്ടോ. ഈ താഴോട്ട് വന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. മുകളിൽ ആക്ച്വലി ജസ്റ്റ് രജിസ്ട്രേഷനും പിന്നെ അവിടെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണുള്ളത് കേട്ടോ. താഴെ വരുവാണെങ്കിൽ നമുക്കിതുണ്ട്, ഈ നമ്മുടെ ഈ പുറകെ കാണുന്ന ഇഷ്ടംപോലെ ഏരിയയിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു റൈഡ് കയറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. നമ്മളിത് ഇതിങ്ങനെ ചവിട്ടിയിട്ട് കിഡ്സിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്, കിഡ്സ് ട്രാംപോലൈൻ. നമ്മളിത് പിള്ളേർ വീട്ടിലൊക്കെ ആണ് ഇതൊക്കെ ചെയ്യുന്നതല്ലേ, ബെഡല്ലേ. അതിൻ്റെ അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പലതരത്തിലുള്ള ട്രാംപോലൈൻ ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പോ പോ പോ. ജമ്പ് ചെയ്തോ? അതെ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? അതെ, ഇവിടെ ഈ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതെൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. കവേർഡ് ഷൂ നമ്മൾ വെളിയിൽ നിന്ന് വന്നെടുക്കണം. ഇവിടെ അതിൻ്റെ ഹെൽമെറ്റും അതിൻ്റെ ഗിയേഴ്സൊക്കെ കൊടുത്തിട്ട് വിടും ഇവിടെ. ഇനി ഇവിടെ എല്ലാവരും വന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ്. ഇത് നല്ലൊരു സംഭവം കേട്ടോ. ഇത് ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഇത് സ്കോർ നമ്മൾക്ക് എഴുതി കാണിക്കും. നമ്മളിപ്പോൾ ഒരു ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ഫുട്ബോളിൻ്റെ ഒരു ഗെയിമിലോട്ട് വന്നേക്കാണ്. ഇവിടെ ഒത്തിരി ഗെയിംസ് ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ആർച്ചറി ഉണ്ട്, പിന്നെ ഇത് ബാസ്കറ്റ് ബോൾ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിനി നിഞ്ച ട്രാക്കിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. എൻ്റെ അമ്മോ, എൻ്റെ അമ്മോ, അയ്യോ, ലൂക്കസ് മാർക്കോ, അയ്യോ, യെസ് ഐ ഗോട്ട് ഇറ്റ്. ഇതൊരു ഗെയിമാണ്, ഇങ്ങനെ ഈ സൈക്കിൾ ചവിട്ടി ചെയ്യുന്നത്. നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്നത് പകരമായിട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ. പക്ഷെ എൻ്റെ പൊന്നെ പറ്റത്തില്ല അത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കളിക്കാൻ പോകുന്നത് ബേസ് ബോളാണ്. അതായത് നമുക്കിവിടെ സേഫ്റ്റി ഒരു നെറ്റ് നമുക്ക് തരും കേട്ടോ. ആക്ച്വലി നമുക്കിത് തലയിലിടാൻ, എന്നിട്ട് ഒരു ഹെൽമെറ്റ് നമുക്ക് വെച്ച് തരും. എന്നിട്ട് നമ്മളിങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് നമ്മൾ ചെയ്യണം. ബേസ് ബോളില്ലേ, നമ്മൾ സാധാരണ നമ്മളിത് കളിക്കുന്നതല്ലേ, നമ്മൾ കളിക്കുന്നതാണോ ബേസ് ബോളൊക്കെ? കേട്ടോ, ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇനി ബേസ് ബോൾ കളിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെയാണ് ഇത് കളിക്കുന്നത്. നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം. ഇവിടെ എന്തൊക്കെയോ പുതിയ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കി, ഇതെല്ലാം ആമസോൺ ഡെലിവറി ആണല്ലോ. ഇതെനിക്ക് തോന്നുന്നു US നിന്ന് വരുന്നതായിരിക്കും ചിലപ്പം, പറയാൻ പറ്റില്ല. ഹലോ, ഹായ് ഹായ്, ഹലോ ഏഡൻ.
അപ്പോൾ ഗൈസ് 7 മണിയായി. നമ്മൾ 7 മണിയാകുമ്പോൾ നമ്മൾ പോകണം. നമ്മൾ 2 hours നമ്മളിത് എടുത്തിരിക്കുന്നത്. 2 hours സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ സൂപ്പർ പാർക്ക്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സം ടിപ്സ് ഫോർ യു, വെയിറ്റ്. അപ്പം സൂപ്പർ പാർക്ക് സിംഗപ്പൂരിൻ്റെ സൺടെക് സിറ്റി മാളിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അടിപൊളി ഒരു സംഭവമാണ്. സോ ഗൈസ്, യു ഗൈസ് എൻജോയ് ദിസ് വൺ. ആൻഡ് അപ്പോൾ സൂപ്പർ പാർക്ക് സിംഗപ്പൂർ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി അടുത്ത പരിപാടിക്ക് ഞങ്ങൾ പോവാണ്. അപ്പോൾ അടുത്ത പരിപാടി എന്താണ് കാണാൻ വേണ്ടി സ്റ്റേ ട്യൂൺ ഗൈസ്. ആൻഡ് ദിസ് ഈസ് ടോണി ചാൻ ആൻഡ് ഫാമിലി ആൻഡ് അജിത്ത് ആൻഡ് ഫാമിലി. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.